വേണ്ടത് ജനാധിപത്യമാണ്, രാജഭരണമല്ല. അമേരിക്കൻ തെരുവുകൾ ഇപ്പോൾ ഇരമ്പുകയാണ്. ലോകശക്തിയായ അമേരിക്കയുടെ അടിത്തറ ഇളക്കുന്ന വൻ ജനപ്രക്ഷോഭം. 9 ദശലക്ഷത്തിലധികം ആളുകൾ, അതായത് 90 ലക്ഷം ജനങ്ങൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്നു. എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്ന നോ കിങ്സ് റാലി? അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന പ്രക്ഷോഭമാണ് നോ കിങ്സ്. അതായത് ഇവിടെ രാജാക്കന്മാരില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര പ്രയോഗങ്ങൾക്കും നയങ്ങൾക്കുമെതിരെയുള്ള അമേരിക്കൻ ജനതയുടെ അമർഷമാണിത്. ഇതൊരു പെട്ടെന്നുണ്ടായ പ്രതിഷേധമല്ല. 2025 ജൂണിൽ തുടങ്ങി ഒക്ടോബറിൽ ശക്തി പ്രാപിച്ച് ഇപ്പോൾ അതിന്റെ 3ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്കയിൽ മാത്രം 3300-ലധികം സ്ഥലങ്ങളിലാണ് ജനങ്ങൾ തടിച്ചുകൂടിയത്. പഴയതിനേക്കാൾ 10 ലക്ഷം ആളുകൾ ഇത്തവണ അധികമായി പങ്കെടുത്തു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ തകർത്ത് അധികാരം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്ന ഭയം തന്നെയാണ് ജനങ്ങളെ ഇത്രയധികം പ്രകോപിതരാക്കുന്നത്. നിയന്ത്രിക്കാനാവാത്ത പണപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും സാധാരണക്കാരെ വലയ്ക്കുന്നതാണ്. മാത്രമല്ല, കർക്കശമായ കുടിയേറ്റ നിയമങ്ങളും ഇറാനുമായി നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യവും ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്, അല്ലാതെ ഒരു രാജാവിന് കീഴിലല്ല എന്നതാണ് ഇവരുടെ പ്രധാന മുദ്രാവാക്യം. ട്രംപിനെയും JD വാൻസിനെയും അധികാരത്തിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം വളരെ നിസ്സാരമായാണ് കാണുന്നത്. ഈ റാലികളെ വെറും തെറാപ്പി സെഷനുകൾ എന്നാണ് ട്രംപ് ഭരണകൂടം പരിഹസിച്ചത്. താൻ ഒരു രാജാവല്ലെന്നും രാജ്യത്തെ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. എന്നാൽ ഈ പ്രതിഷേധം അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. ലണ്ടൻ, പാരീസ്, ലിസ്ബൺ തുടങ്ങിയ ലോകത്തെ പ്രധാന നഗരങ്ങളിലും ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ഈ മാറ്റങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.